നമസ്കാരം. അപ്പോൾ അങ്ങനെ വെക്കേഷനൊക്കെ തീരാറായി. ഒരു 10-15 ദിവസം കൂടെ കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കാറാകും അല്ലേ? അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എല്ലാവരും ബുക്കും ബാഗും ഒക്കെ വാങ്ങിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലായിരിക്കും. അപ്പം ഈ പഠിത്തം എന്ന് പറയുന്നത് ഒരു ബുധൻ ഗ്രഹത്തിൻ്റെ ആയിട്ട് കണക്റ്റഡ് ആണ് ആക്ച്വലി. പഠിത്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബുധഗ്രഹമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഞാൻ പഠിച്ചത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു. പക്ഷേ ഇൻ്റർനാഷണൽ സ്കൂളിലായാലും അവർക്ക് ഈ ഗ്രഹങ്ങളെ പറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി നല്ല നോളജ് ഉണ്ടായിരുന്നു. അപ്പം ഏത് വർഷമാണെങ്കിലും ബാക്കിയുള്ള സ്കൂളിൽ ഏത് ദിവസം തുറന്നാലും ഞങ്ങളുടെ സ്കൂളിൽ വെനസ്ഡേ മാത്രമേ തുറക്കത്തുള്ളായിരുന്നു. കാരണം വെനസ്ഡേ ആണ് ഈ ബുധഗ്രഹത്തിൻ്റെ ആയിട്ട് കണക്റ്റഡ് വരുന്നത്. ബുധനാഴ്ചയാണ് ബുധഗ്രഹമായിട്ട് കണക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രഹവും ആ ദിവസവുമാണ് പഠിത്തത്തിനൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ വേറെ ഇപ്പം സ്കൂൾ പഠിത്തം എന്നല്ല, വേറെ എന്തെങ്കിലും ഇപ്പം പഠിത്തമാണെങ്കിൽ ഇപ്പോൾ പാട്ട് പഠിക്കാൻ പോകുന്നു, ഡാൻസ് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാൻ പോകുന്നു, അതിനൊക്കെ കൊണ്ട് ചേർക്കുകയാണെങ്കിൽ തന്നെയും ഫസ്റ്റ് ബുധനാഴ്ചയായിട്ട് പോയി ചേരുന്നതാണ് എപ്പോഴും നല്ലത്. ആ ബുധനാഴ്ച ദിവസം നോക്കണം, പക്ഷേ ബുധനാഴ്ച സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അന്നാണ് ബുധഗ്രഹം കൂടുതൽ ഇതുള്ളത്. അപ്പോൾ ഈ ബുധൻ്റെ നിറം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രഹത്തിന് കൂടുതൽ കളർ എന്ന് പറയുന്നത് വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ആണ് വരുന്നത്. അപ്പം ഞങ്ങൾ സ്കൂളിൽ അത് കാരണം വെനസ്ഡേ എന്ന് പറഞ്ഞാൽ ഫുൾ വൈറ്റ് ആയിരിക്കും. ഫുൾ വൈറ്റ് യൂണിഫോം, വൈറ്റ് സോക്സ്, വൈറ്റ് ഷൂസ്, വൈറ്റ് റിബണ്, അങ്ങനെ ഫുൾ വൈറ്റ് ഡ്രസ്സാണ് അന്നിടുന്നത്. പക്ഷേ എല്ലാ സ്കൂളിലും അങ്ങനെ ചെയ്യണം പറ്റണമെന്നില്ല. ബട്ട് അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂൾ ബാഗ് വാങ്ങിക്കത്തില്ലേ, ബാഗ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഗ്രീൻ കളറ് ബാഗ് വാങ്ങിക്കുന്നതാണ് നല്ലത്. ലൈറ്റ് ഗ്രീനോ ഒരു ചെറുപയറിൻ്റെ ഗ്രീനോ, അത് ഗ്രീൻ തന്നെ പലതുണ്ടല്ലോ. അപ്പോൾ ആ ഗ്രീൻ കളർ ബാഗ് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെനസ്ഡേ കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം അവർക്ക് ഗ്രീൻ കളർ ഡ്രസ്സ് അന്നത്തെ ദിവസം വെയർ ചെയ്യാനായിട്ട് പറയാം. ലൈക്ക് മേ ബി ഒരു ഗ്രീൻ കളറിലെ ടീഷർട്ടോ ഫ്രോക്കോ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ, അല്ലെങ്കിൽ വൈറ്റിൽ ചെറിയ പൂക്കളൊക്കെ ഉള്ളതോ അങ്ങനത്തെ ഡ്രസ്സസോ, അല്ലെങ്കിൽ വൈറ്റ് ടീഷർട്ട് ഗ്രീൻ ട്രൗസറോ, അങ്ങനെയൊക്കെ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നു, അല്ലെങ്കിൽ ഗ്രീനോ തനി ഗ്രീനായിട്ടോ വൈറ്റ് അങ്ങനത്തെ ഡ്രസ്സസ് അന്ന് വിയർ ചെയ്യാനായിട്ട് അവർക്ക് പറയുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസം നമ്മൾ വീട്ടിൽ, ഇപ്പം ഞാനൊക്കെ വീട്ടിൽ എല്ലാ ബുധനാഴ്ചയും വീട്ടിൽ കഞ്ഞിയായിരിക്കും. ബുധനാഴ്ച മാത്രം കഞ്ഞിയും പയറും ചമ്മന്തിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇൻ കേസ് വെണ്ടയ്ക്കായോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം വെണ്ടയ്ക്ക വയ്ക്കും, ഇല്ലെങ്കിൽ പയറായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പല കാര്യങ്ങളും ഡേ ടു ഡേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് പ്ലാനറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കളേഴ്സ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് റെഗുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചുകൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൊണ്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചില കുട്ടികൾ, നമ്മളത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഓരോരോ നക്ഷത്രത്തിലായിരിക്കുമല്ലോ ജനിക്കുന്നത്. അപ്പോൾ ഈ ജനിക്കുന്ന നക്ഷത്രത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോരോ ടൈമുണ്ട്. അതായത് ഇപ്പം ഓരോരോ പ്ലാനറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അതായത് ഈ ബുധദശ, ശനിദശ, ശുക്രദശ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ദശകളുണ്ട്. അതായത് ഇപ്പോൾ ശനിദശ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 വർഷമോ അല്ലെങ്കിൽ 20 വർഷമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ഗ്രഹമാണെങ്കിൽ 7 വർഷമോ, അങ്ങനെ ഓരോരോ ഗ്രഹങ്ങൾ ഇത്തന വർഷം എന്നുള്ളതുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല. പലർക്കും പല സമയത്താണ് വരുന്നത്, ഓരോരോ നക്ഷത്രങ്ങൾ ബേസ് ചെയ്ത്. അപ്പോൾ ചില കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിലെ ബുധദശയാണെന്ന് വെച്ചോ, അപ്പോൾ അവർ ഭയങ്കര പഠിത്തമായിരിക്കും. അവരുടെ വീട്ടിൽ ചിലപ്പം കറണ്ട് പോലും കാണത്തില്ല, അവർ സ്ട്രീറ്റ് ലൈറ്റിൽ നിന്നായിരിക്കും പഠിച്ചു വരുന്നത്, പക്ഷെ നന്നായിട്ട് പഠിക്കും. അപ്പം ചില പാരൻസിൻ്റെ കമ്പയറിൽ അവൻ നന്നായിട്ട് പഠിക്കുന്നു, അവന് സൗകര്യമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ പഠിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആക്ച്വലി കുട്ടികളെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ നക്ഷത്രം അനുസരിച്ച് ഈ കുട്ടിക്ക് ചിലപ്പം അത്ര നല്ല ടൈം ആയിരിക്കത്തില്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സൗകര്യങ്ങൾ കാണും, പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ദശ ചിലപ്പോൾ ശരിയല്ലാത്ത ഒരു ഇതാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും മന്ദിപ്പും പഠിക്കാനുള്ള ഒരു താല്പര്യക്കുറവും അതിനുള്ളൊരു മനസ്സോ കാണത്തില്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ളവർക്ക്, ഇപ്പം ബുധദശ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് നല്ല പഠിത്തത്തിൽ നല്ല ഹൈയിൽ നിൽക്കും.
അപ്പോൾ മറ്റുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുധനാഴ്ച ദിവസം അവരിടുന്ന ഡ്രസ്സ്, അവർ കഴിക്കുന്ന ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ബുധഗ്രഹത്തെ ആക്റ്റീവ് ആക്കാനായിട്ട് സഹായിക്കുന്നതായിരിക്കും.